നമസ്കാരം സുഹൃത്തുക്കളെ, ശ്രീരാം വാസ്തു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു വീടിൻ്റെ വടക്ക് ഭാഗം എങ്ങനെ ഉണ്ടാവണം, ഏത് രീതിയിൽ ഉണ്ടാവണം, അതേക്കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇതാണ് വടക്ക്, ഇത് കിഴക്ക്, ഇത് തെക്ക്, ഇത് പടിഞ്ഞാറ്. ഈ വടക്ക് ഭാഗം, അതായത് ഒരു വീടാണെങ്കിൽ വീടിൻ്റെ വടക്ക് ഭാഗം പരമാവധി വൃത്തിയും വെടുപ്പോടുകൂടി സൂക്ഷിക്കണം. കുറച്ച് സ്ഥലം കൂടുതൽ കണ്ടെത്തുകയും വേണം. വടക്കും കിഴക്കും കുറച്ച് സ്ഥലം കൂടി കാണുക തന്നെ വേണം. തെക്കും പടിഞ്ഞാറും കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതാണ് കിഴക്ക്, ഈശാന്യ മൂല എന്ന് പറയുന്നത്. ഇതാണ് ഈശാന്യ മൂല. പക്ഷേ ഇത് മുമ്പ് ഇതായിട്ട് വരും. ഈശാന്യ മൂല ഇതായിട്ട് വരും. വായുമൂല, ഇത് വായുമൂലയായിട്ട് വരും. ഇത് വടക്ക് ഭാഗം. ഇതാണ് ഇതിൻ്റെ വരുന്ന ദിശകൾ, വടക്ക് ഭാഗത്ത് വരുന്ന ദിശകൾ. ഈ ദിശയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സെപ്റ്റി ടാങ്കോ, ഈ അടുക്കള പാത്രങ്ങൾ കഴുകണ മറ്റേ വാഷിംഗ് ടാങ്ക്, ഇതൊന്നും ഇതിൽ വരാൻ പാടില്ല. ഇവിടെ വരുന്നത് കിണറിൻ്റെ സ്ഥാനമാണ്. ഇതാണ് കിണറിൻ്റെ സ്ഥാനം. ഒരു വീടിൻ്റെ കിണർ സ്ഥാനം വരുന്നത് ഇതാണ്. ഇതിന് ഈ മൂല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തും കിണർ, ഈ ഭാഗത്തും കിണർ ഒരു വീടിൻ്റെ ഐശ്വര്യം നൽകുന്നതായിരിക്കും. ബാക്കിയുള്ള ഭാഗത്തുനിന്നെല്ലാം കിണറുകൾ, കുഴിക്കാനുള്ള സ്ഥാനങ്ങളോ കിണറിനുള്ള സ്ഥാനങ്ങളോ ഉണ്ടാവില്ല. പക്ഷെ ഈ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭാരപ്പെട്ടതൊന്നും ഈ ഭാഗത്ത് പാടില്ല. കഴിയുന്നതും പരമാവധി വലിയ മരങ്ങളില്ലാതെ സൂര്യപ്രകാശം ഈ വീട്ടിലേക്ക് കിട്ടാവുന്ന വിധത്തിലായിരിക്കണം, വെളിച്ചം കിട്ടാവുന്ന വിധത്തിലായിരിക്കണം. മരങ്ങളായാലും വേറെ എന്തെങ്കിലും പണിയാണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കഴിയുന്നതും പരമാവധി ഇവിടേക്ക് ഈ വീട്ടിലേക്ക് വെളിച്ചം കിട്ടാവുന്ന ലെവലിൽ കിഴക്ക് ഭാഗവും വടകിഴക്ക് ഭാഗവും ഈ ഈശാന്യമൂലയും ആ ലെവലായിട്ട് വീടിന് പ്ലാൻ ഉണ്ടാക്കണം. പിന്നെ വരുന്നതാണ് വായുമൂല. ഇതാണ് വായുമൂല. ഈ ഭാഗം വായുമൂലയായിട്ട് വരും. ഇത് വടക്ക് ഭാഗം ഈശാന്യമൂല. ഈശാന്യത്തിൽ വരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. ബാത്റൂം വരാൻ പാടില്ല. ബാത്റൂം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ ബാത്റൂമുകളൊക്കെ വന്നു കഴിഞ്ഞാലേ, ഇപ്പൊ ഈ ഈശാന്യമൂലയിലെ ബാത്റൂമൊക്കെ വന്നു കഴിഞ്ഞാലേ ആ വീട്ടിലുള്ള കുടുംബനാഥനായാലും കുടുംബനാഥി ആയാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. എന്നുവെച്ചാൽ ഈ വാസ്തു പുരുഷന്റെ തല വരുന്ന ഭാഗമാണത്. അവിടെ ഈ ബാത്റൂമും ഈ സെപ്റ്റി ടാങ്കും ഇതൊക്കെ വന്നു കഴിഞ്ഞാലേ നമ്മുടെ അത് മെയിനായിട്ട് വരുന്ന ആ ഭാഗം മെയിനായിട്ട് വരുന്ന ഒരു മനുഷ്യന്റെ തലച്ചോറ്, അതായത് വാസ്തു പുരുഷന്റെ തലച്ചോറായിട്ട് വരും. മുഖം, തല, അതായത് കണ്ണ്, മൂക്ക്, തലച്ചോറ്, അങ്ങനെ എന്തെങ്കിലും ഭാരപ്പെട്ടതൊക്കെ വരുമ്പോൾ വാസ്തുപുരുഷന്റെ തലയിലെ ഭാരം വരുന്ന അവസ്ഥയായിരിക്കും. ആ ഭാരം വരികയാണെങ്കിൽ ആ ഭാരം ആ കുടുംബനാഥന് അത് അനുഭവിക്കേണ്ട ഒരു യോഗം വരും. അതാണ് ഈശാന്യമൂലയിലെ ഇങ്ങനെയൊന്നും പാടില്ല എന്ന് പറയാനുള്ള കാരണം. കിണർ കുഴപ്പമില്ല, ജലം നല്ല കിണർ, പരമാവധി വൃത്തിയും വെടുപ്പോടെ സൂക്ഷിക്കേണ്ട ഒരു ദിശയാണത് ഈശാന്യമൂല എന്ന് പറയുന്നത്. ഇവിടെയാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഓരോ അസുഖങ്ങളും ഇതൊക്കെ വരുന്നതൊക്കെ ഇവിടെ വൃത്തിയില്ലാത്തതും കിണറൊഴികെ മറ്റു പല ഇത് വരും. ഈ ടാങ്കിൻ്റെയും അങ്ങനെ കച്ചറ കൊണ്ടുപോയിട്ട് ബുദ്ധിമുട്ടുകളായിട്ടുള്ള പറ്റാത്ത സാധനങ്ങൾ ഇട്ടിട്ട് വൃത്തികേട് പോലെ അതൊക്കെ ആ വീട്ടിലെ കുട്ടികൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരിക. ഈ ഷുഗർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൽ നിന്ന് വരും. അതായത് തലച്ചോറിൽ ഇവിടെ വരുന്ന ഇതിൽ വരുന്നത് വാസ്തുപുരുഷന്റെ തലച്ചോറ വരുന്നത്. ആ തലച്ചോറിലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ടും അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് വായുമൂലയാണ്. ഈ വായുമൂലയിലെ വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. കിണർ വരാൻ പാടില്ല. വായുമൂലയിൽ കിണർ വരാൻ പാടില്ല. ഫ്രണ്ട് ഡോറ്, മെയിൻ ഡോറ് വരാൻ പാടില്ല. മെയിൻ ഡോറ് വരാൻ പാടില്ല. കിണർ വരാൻ പാടില്ല. അതേപോലെ ഗേറ്റ്, വീടിൻ്റെ ഗേറ്റ് ഈ ഭാഗത്ത് വരാൻ പാടില്ല. ഈ മൂന്നും ഇവിടെ വരുന്ന പക്ഷം ആ വീട്ടിലെ കുടുംബനാഥനെ സാമ്പത്തികപരമായിട്ട് പിന്നിലേക്ക് പോകും. എത്ര ഉയർച്ചയിലാണെങ്കിലും ആള് ഓരോ പടിപടിയായിട്ട് താന്ന് വരും. അതുപോലെ തന്നെ ബാങ്ക് ഇടപാടുകൾ ഇതൊക്കെ നോക്കുന്നവരാണെങ്കിൽ ആ വീടിന് ജപ്തി വരെ വരാൻ സാധ്യതയുണ്ട്. ആ മൂലയാകുമ്പോൾ ആ ജപ്തി വരെ ആ വീടിനെ അനുഭവിക്കാനുള്ള ഒരു യോഗമാണ് അവിടെ. അതേപോലെ തന്നെ സെപ്റ്റി ടാങ്ക്, ചില ആൾക്കാർ ഈ ഭാഗത്ത് സെപ്റ്റി ടാങ്ക് കൊണ്ടുവന്ന് വയ്ക്കും. പക്ഷെ അത് പാടില്ല. സെപ്റ്റി ടാങ്ക് ഇവിടെ കുഴപ്പമില്ല, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് കുഴപ്പമില്ല. സെപ്റ്റി ടാങ്ക് കുഴപ്പമില്ല, വലിയ ദോഷം ചെയ്യില്ല.
പടിഞ്ഞാറ് ഭാഗം ദോഷം ചെയ്യില്ല. വായുമൂലയിൽ അത് പാടില്ല. അത് ഏറ്റവും വലിയ ദോഷമാണ്. വായുമൂലയിലെ സെപ്റ്റി ടാങ്ക് വരുന്ന ഏറ്റവും വലിയ ദോഷമാണ്. കിണർ പാടില്ല. കിണർ പാടില്ല. സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇവിടെ കിണർ, സെപ്റ്റി ടാങ്ക് അങ്ങനെയുള്ളത്, മെയിൻ ഫ്രണ്ട് കട്ടലൊന്നും ഈ ഭാഗത്ത് ഈ വായുമൂലയിൽ വെക്കാനേ പാടില്ല. അതേപോലെ തന്നെ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഗേറ്റ് ഈ വായുമൂലയിൽ വരാൻ പാടില്ല. ഇതൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാക്കും. സാമ്പത്തികപരമായിട്ടും ഒരുപാട് കേസും കൂട്ടം. വായുമൂല പറഞ്ഞാൽ തന്നെ വാദമാണ്. വാദം എന്ന് പറഞ്ഞാൽ കോർട്ട് കേസ്, പോലീസ് സ്റ്റേഷന്റെ ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ അത് തന്നെ വരും. അത് എങ്ങനെയായാലും വരും. അതാണ് അതിന്റെ ആ ലക്ഷണം. പിന്നെ വരുന്നത് വടക്ക് ഭാഗം എന്ന് വെച്ചാൽ ഈ സെന്റർ, ഇതാണ് വടക്ക് ഭാഗം. ഈ വടക്ക് ഭാഗം ഇതിൽ പ്രത്യേകിച്ച് സെന്റർ, ഇതിപ്പോ ഈ സെന്റർ ഉണ്ടെങ്കിൽ ഫ്രണ്ട് ഡോർ ഇവിടെ നിന്ന് ഇതിലേക്ക് ഫ്രണ്ട് ഡോർ വെക്കാം. സെന്ററിൽ നിന്ന് ഫ്രണ്ട് ഡോർ വെക്കാം. നല്ല കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ വരുന്ന ഫ്രണ്ട് ഡോർ വരുന്നത് ഇവിടെ ഈശാന്യത്തിൽ ഫ്രണ്ട് ഡോർ വെക്കാം. അതായത് ഈ ഭിത്തി, കിഴക്കേ ഭിത്തിയിൽ നിന്ന് ഒരു അടിയോ രണ്ടടിയോ മാറ്റിയിട്ട് ഈശാന്യത്തിൽ ഫ്രണ്ട് ഡോർ വെക്കുക. ഏറ്റവും ഉത്തമം ഐശ്വര്യം കൂടിയ ദിക്കാണ് ഈ ഫ്രണ്ട് ഡോർ ഈ ഭാഗത്ത് വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ. ഇതും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ പാടില്ല. പിന്നെ വടക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ ബാത്റൂമുകളൊന്നും പുറത്ത്, അതായത് പറമ്പിന്റെ നമ്മൾ വീട് കഴിഞ്ഞിട്ട് ബാക്കി പുറത്ത് പറമ്പുണ്ടാവുമല്ലോ, ആ വടക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ബാത്റൂമുകളൊന്നും വരാൻ പാടില്ല. ഈ ഭാഗത്തൊന്നും ബാത്റൂമുകളൊന്നും വരാൻ പാടില്ല. വടക്കെന്ന് പറഞ്ഞാൽ തന്നെ കുബേരന്റെ ദിശയാണ്. ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്ന നമുക്ക് സാമ്പത്തികപരമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് മെയിനായിട്ട് വരുന്നത് ഈ കുബേര ദിശയിലാണ്. ഈ കുബേര ദിശയിൽ ഇതൊന്നും പാടില്ല. അതേപോലെ വീട്ടിലായാലും നമ്മുടെ വീടിനകത്തായാലും ഈ ഭാഗത്ത് ബാത്റൂമും ഒരിക്കലും പാടില്ല. അതുപോലെ വീട്ടിലെ വടക്ക് ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് സെൻട്രൽ ഭാഗത്തായിട്ട് ബാത്റൂം ഉണ്ടെങ്കിൽ ആ വീട്ടില് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഹാർട്ടിന്റെ പ്രോബ്ലം ആയിട്ട് അറ്റാക്ക് വരെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സ്ത്രീകളൊക്കെ പുരുഷന്മാർക്ക് ആണെങ്കിൽ മുട്ട് മാറ്റിവെക്കല്, കാലിന്റെ മുട്ടിനുള്ള കാലിന്റെ പ്രോബ്ലങ്ങളും കംപ്ലീറ്റ് ഈ ഭാഗത്താണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പൊ ആ ഭാഗം ഒന്ന് വളരെയേറെ ശ്രദ്ധിക്കുക. ചില വീടുകളിലെ ഈ ഈശാന്യ ഭാഗത്ത്, ഇതിപ്പോ നമ്മൾ വീടുണ്ടെങ്കിൽ ഈശാന്യ ഭാഗത്ത് ഇവിടെ ഈശാന്യ മൂല ഈ മൂല വെട്ടുപെടുത്തിയിട്ട് വീടുകൾ പണിയും. ചില ആൾക്കാർ ആ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് വീട് പണിയും. അങ്ങനെ വീട് വരികയാണെങ്കിൽ ആ വീട്ടിലെ കുട്ടികൾക്കാണ് ഇതിന്റെ ദോഷങ്ങൾ വരിക. ഒരു ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കാണ് ഇതിന്റെ ദോഷങ്ങൾ. ആക്സിഡന്റുകൾ വരും. കുട്ടികൾ കയ്യും കാലും ഒടിയുക, തലയ്ക്ക് പരിക്ക്, കണ്ണിന് ദോഷങ്ങൾ, കണ്ണിന് കാഴ്ച ദോഷങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഞങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് വളരെയേറെ ശ്രദ്ധിക്കുന്നത് സുഹൃത്തുക്കൾ നല്ലതാണ്. അതുപോലെ തന്നെ ബാത്റൂം ഈ ഭാഗത്തൊക്കെ ചില വീടുകളിലെ ബാത്റൂമുകൾ പണിയും. അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ അതങ്ങനെ വരുമ്പോൾ ആ കുടുംബനാഥന്റെ മാനസിക നില തെറ്റാൻ സാധ്യത, മാനസിക രോഗിയായിട്ട് മാറാൻ 100% സാധ്യതയാണത്. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഒന്നാമത് ഈശാന്യം ദിക്കായതുകൊണ്ട് വളരെ പ്രധാനമുള്ളൊരു ദിക്കാണ് ഈ ഈശാന്യ ദിക്ക്. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അസുഖങ്ങളും കാര്യങ്ങളും നമുക്ക് അതായത് തലയിലേക്ക് വരുന്ന എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരണമെങ്കിൽ ബ്രെയിൻ തകരാറ് വരികയാണെങ്കിൽ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും അത് ബാധിക്കും. കൈ, കാല്, ശരീരത്തിന് മുഴുവനും ബാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള കാര്യങ്ങളാണ്. മാനസികമായിട്ട് തകർന്നു പോകാന്ന് പറഞ്ഞാലേ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ കുടുംബത്തിന്റെ നെടുംതൂണായിരിക്കും കുടുംബനാഥൻ. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ദോഷങ്ങൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അയൽവാസികളിലോ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ലോണം ബോധ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ കിഴക്ക് ഈശാന്യമൂലയിലെ
ചില വീടുകളിലൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് ഈ കച്ചറ സാധനങ്ങളൊക്കെ കടമോനം കൂട്ടിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ കാൽപാദങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, വീടിൻ്റെ എല്ലാ ആ കുടുംബത്തിലുള്ള സ്ത്രീകളുടെയോ കുടുംബനാഥനൊക്കെ കാൽപാദങ്ങൾ വേദന വരിക, ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. കാൽപാദം വേദന എന്ന് പറഞ്ഞ പോലെ കാലുവലി, അത് മുട്ടിന് കീപ്പിട്ടുള്ള വേദനകൾ, ഈ ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവിടെ കൂട്ടിയിട്ട് കച്ചറയായിട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ ഈ വരുന്നത്. വേസ്റ്റ് സാധനങ്ങൾ അവിടെ ഒന്നും ഇടാൻ പാടില്ല. ഈ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഈശാന്യമൂലയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പരമാവധി ആ ഭാഗം വടക്കും കിഴക്കും പരമാവധി എത്രയും വൃത്തിയാക്കിയിടാൻ പറ്റും അത്രയും വൃത്തിയാക്കിയിടുക. അതാണ് ഏറ്റവും വലിയൊരു ഇത്. പിന്നെ നമ്മളെ വീടിൻ്റെ ജനലുകൾ വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും ജനലുകളൊക്കെ ഉണ്ടെങ്കിൽ കാലത്തൊന്ന് തുറന്നിടുക. സൂര്യവെളിച്ചം പരമാവധി നമ്മുടെ വീട്ടിലേക്ക് വരണം. പിന്നെ അതുപോലെ തന്നെ വടക്ക് ഭാഗത്ത് ഒരു കാരണവശാലും കോമ്പൗണ്ട് വാളിൻ്റെ ലെവലിലെ വീടിൽ നിന്ന് ഷീറ്റ് ഇറക്കി സൂര്യരശ്മികളെ അകത്തേക്ക് വരാത്ത വിധത്തിലുള്ള ഷീറ്റ് ഇട്ട് ഡ്രസ് വർക്ക് ചെയ്ത് മൂടാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചില ഭാഗത്ത് നമുക്ക് കാണാം വീടിൻ്റെ അങ്ങനെ ഷീറ്റ് ഇറക്കിയിട്ട് മതിലിലേക്ക് മുട്ടിച്ചിട്ട് ഒറ്റ ഷീറ്റ് ഇറക്കിയിട്ട് അങ്ങനെ പന്തലിട്ട പോലെ ഉണ്ടാകും. തീരെ സൂര്യവെളിച്ചം, വെയിൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെയിൽ വരില്ല. ഇതൊക്കെ ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ആ കുടുംബം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ അത്, ആ വീട്ടുകാർക്ക് തന്നെ അത് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിലേക്ക് പോകും വരെ നന്ദി, നമസ്കാരം.